എല്ലാവർക്കും നമസ്കാരം. ചെക്കീസ് ടെലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു ധാവണിയുടെ സെറ്റാണ്. അത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ മുറിച്ച് വാങ്ങിച്ചൊരു പീസാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രിൻ്റ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഓർത്തു. അപ്പോൾ ഇത് ബ്ലൗസിൻ്റെ പീസാണ്. ഞാൻ ഈ കളറിന് മാച്ച് ചെയ്ത് ബ്ലൗസ് പീസും ഇത് ലൈനിങ് അത് ധാവണിക്കും എല്ലാം മുറിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ. ഇത് ഞാൻ ദേ സ്കേർട്ടിന് മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഇവിടം വരെ മാർക്ക് ചെയ്തേക്കുന്നത് ഒരു 38 ഇഞ്ച് ഇറക്കം. അപ്പോൾ അത് പോരാ, നമുക്ക് ബാക്കി ഇത് കണ്ടോ, ഇതൊന്നും കളയാനില്ല. ഇത് രണ്ടാക്കി മടക്കി കഴിയുമ്പോൾ നമുക്ക് 3 ഇഞ്ച് വരും. അപ്പോൾ ഞാൻ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ച് പോകും, ഇവിടെ ഒരു 1/2 ഇഞ്ച് പോകും. അങ്ങനെ നമ്മളൊരു 7 ഇഞ്ചുണ്ട് ഇത് ഇവിടുന്ന് ഇവിടം വരെ. ബാക്കി 38 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് വെട്ടാൻ പോവുകയാണ്. ഇത് ഞാൻ ലൈനിങ്ങിൽ ബ്ലൗസിന് മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇത് സ്ലീവിൻ്റെ ഭാഗവും ഇത് ബെൽറ്റിൻ്റെ ഭാഗവും ഇത് ഫ്രണ്ട് പീസും ഇത് ബാക്ക് പീസുമാണ്. അപ്പോൾ ബാക്ക് പീസിൽ ഞാനൊരു ചെറിയ ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് കഴുത്തകല ഒരു 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് 5 ഇഞ്ചാണ്. ഇത് ഇവിടം തുടങ്ങി ഇവിടം വരെ 12 ഇഞ്ച് വരും. ഫ്രണ്ടിലും അതുപോലെ തന്നെ 5 ഇഞ്ചാണ് കൊടുക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴുത്ത് ഇങ്ങനെ ഡിസൈനൊക്കെ വരുമ്പോൾ ഫ്രണ്ടിൽ ഞാൻ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇത് നമ്മൾ ടക്കിൻ്റെ ഭാഗം. പിന്നെ സാധാരണ ഞാൻ ചെയ്യാറ് ക്രോസ് പീസിലാണ് ചെയ്യുന്നത്. ഇത് ബാക്ക് ഓപ്പണിൽ തന്നെ ചെയ്യാനാണ്. പക്ഷേ ഇവിടെ അതിൻ്റെയാണ് പ്രത്യേകത എനിക്ക് പറയാനുള്ളത്. ബാക്ക് ഓപ്പൺ ആണെങ്കിലും ബെൽറ്റും 3 ടക്കും വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ ഇതൊരെണ്ണം പ്രിൻസസ് കട്ടാക്കാം, ഇതൊരു ടക്കുമാക്കാം. അപ്പോൾ ഇത് ഒറ്റ ടക്ക് നേരെ ഇപ്പുറത്തേക്കും കൂടി ഇട്ട് കൊടുക്കണമെന്നുള്ളൂ. അതിപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആക്കും, അല്ല ഫ്രണ്ട് ഓപ്പൺ അല്ലാതെ ബ്ലൗസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഈ ടക്ക് ഒറ്റ ടക്കായിട്ട് ഇവിടെ മുറിക്കാതെ അപ്പുറ സൈഡിലേക്കും കൂടി ഈ ഒരളവിൽ തന്നെ ചെയ്ത് കൊടുക്കണത് ഭംഗിയാവുള്ളൂ. പിന്നെ ഈ ടക്ക് നമുക്ക് സെപ്പറേറ്റ് കൊടുക്കണോ പ്രിൻസസ് കട്ടിൽ കൊടുക്കണോ എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാനിതിങ്ങനെ സെപ്പറേറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കണേ. എന്നിട്ട് ബെൽറ്റും കൊടുക്കും. ഇത് ഒരു ഭംഗിയാവണേ, നമുക്കത് ഇച്ചിരിയും കൂടി വൃത്തിയായിട്ട് ഫ്രണ്ടിരിക്കും ബ്ലൗസിൻ്റെയൊക്കെ. പിന്നെ ഇത് 3 വരെ എന്താണെന്നൊന്നും നോക്കണ്ട, അതെനിക്ക് ആദ്യം തെറ്റിപ്പോയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പറേ കൂടി ഒന്നോടെ അളവെടുത്ത് വരച്ചു എന്നേ ഉള്ളൂ. കണ്ടോ, ഈ രീതിക്കാണ് ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കാം. ഇതിപ്പോൾ ഞാൻ ബാക്ക് പീസാണ് എടുത്തിരിക്കുന്നത്. ബാക്ക് പീസ് 2 പീസ് സെപ്പറേറ്റ് ചെയ്തു. പിന്നെ ഞാൻ ക്യാൻവാസിൽ ലൈനിങ് തുണിയും കൂടി ചേർത്ത് അറ്റാച്ച് ചെയ്തെടുത്ത്. ലൈനിങ് തുണി തികയില്ലായിരുന്നു, അപ്പോൾ അത് 2 പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ ലൈനിങ് തുണിയോട് ഇത് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറിൽ സ്റ്റിച്ച് പുറത്ത് കാണാത്ത വിധത്തിലുള്ള സ്റ്റിച്ചാണ് ഇതിപ്പോൾ ചെയ്യണം. പിന്നെ ഹെമ്മിങ് ചെയ്യണ്ട, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിക്കാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതിലും ഒരിത്തിരി അളവ് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ലൈനിങ് തുണിയിൽ മാർക്ക് ചെയ്തപ്പോൾ കാണിച്ചത് ഇവിടെ 5 ഇഞ്ചും ഇവിടെ നിന്നും, അതായത് ഇവിടെ നിന്നും ഇവിടം വരെയുള്ളത് 12 ഇഞ്ചുമായിരുന്നു. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് 4 ആക്കി 1 ഇഞ്ച് ഇവിടെ കുറച്ചു. ഇവിടെ 12 എന്നുള്ളത് 11 ആക്കി 1 ഇഞ്ച് ഇവിടെയും കുറച്ചു. 12 ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് ഇങ്ങനെ 1 ഇഞ്ചിൻ്റെ വ്യത്യാസം ഇവിടെ ഇങ്ങോട്ട് 1 ഇഞ്ച് കയറ്റിയപ്പോൾ താഴേന്ന് 1 ഇഞ്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യണത് ഈ അതായത് ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്തതും ലൈനിങ് തുണിയും കൂടി ഇങ്ങനെ ചുറ്റിലും അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്.
ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നല്ല മെറ്റീരിയലിൻ്റെ നല്ല ഭാഗത്ത് ഈ ലൈനിങ്ങിൻ്റെ ഇവിടെയാണ് നമ്മൾ ക്യാൻവാസ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഈ ഭാഗം ചേർത്ത് വയ്ക്കുക. അതായത് ക്യാൻവാസ് നമ്മളുടെ നേരെ വരാൻ പാകത്തിന്. അപ്പോൾ മെറ്റീരിയൽ മിഷ്യത്തിൻ്റെ മുകളിലിടുമ്പോൾ നല്ല ഭാഗം നമ്മുടെ നേരെ വരണം, ക്യാൻവാസ് വെച്ച ഭാഗവും നമ്മുടെ നേരെ വരണം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് പുതുതായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും പുതിയ ഐഡിയ ഒക്കെ നോക്കി പുതുതായിട്ട് ചെയ്യുന്നവർക്ക് മാറിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയണത് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ പിന്നെ കുത്തി സെക്യൂർ ആക്കിയിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മളെല്ലാ വശവും ഒപ്പം വെച്ചിട്ട് കയറി ഇറങ്ങിയൊന്നും പോകരുത്. നമ്മുടെ ഡിസൈനിൽ എന്തെങ്കിലും വ്യത്യാസം വരും. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ മാത്രം ക്യാൻവാസ് വെച്ചാൽ മതി. സാധാരണ കഴുത്തൊക്കെ വയ്ക്കുമ്പോൾ നോർമൽ ബ്ലൗസൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ക്യാൻവാസ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ക്രോസ് പീസിൽ തന്നെ നമുക്കത് അടിച്ച് മറിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ബാക്ക് പീസിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. അത് തന്നെയാണ് ഭംഗി ആവണുള്ളൂ. അപ്പോൾ ക്യാൻവാസ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തായാലും ക്യാൻവാസ് വയ്ക്കുക ബ്ലൗസിൽ. പിന്നെ നമുക്ക് ഇതിൽ കൂടി ഈ വരച്ച മാർക്കിൽ കൂടി ഇങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് നിർത്താം. നമ്മളിത് രണ്ടിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കിയുള്ളത് ഈ മാർക്കിലൂടെ നമ്മൾ വെട്ടിക്കളയണം. കണ്ടോ, നമ്മൾ ചുരിദാറിനും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ മാർക്കിലൂടെ നമുക്കിത് വെട്ടിക്കളയാം. പിന്നെ ഫ്രണ്ട് പീസിലും ഇതുപോലെ തന്നെ ക്യാൻവാസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഇതിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നല്ല മെറ്റീരിയലായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൻ്റെയും ക്യാൻവാസ് ഉള്ള ഭാഗവും ലൈനിങ്ങും കൂടി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും പിന്നെ ഇതിൻ്റെ ബെൽറ്റ് വെക്കണതും ടക്ക് പിടിപ്പിക്കണതും എല്ലാം ടക്കിനൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ബോറടി ആയിരിക്കും അത് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് തന്നേക്കുക. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവരോടും താങ്ക് യു.